ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പനുഷ്ഠിക്കുന്നതിൽ ഇളവുള്ളത് രോഗികൾക്ക് പുറമെ പിന്നെ ആർക്കൊക്കെയാണ് പിന്നെ ഇതുപോലെ ഇളവുള്ളത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. രോഗികൾ കഴിഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചതുപോലെ വ്യക്തമാക്കിയതുപോലെ യാത്രക്കാരാണ് നോമ്പനുഷ്ഠിക്കുന്നതിൽ ഇളവ് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗം. യാത്രക്കാർ എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരുഭൂമിയിൽ ഒട്ടകപ്പുറത്തും കാൽനടയായുമൊക്കെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ യാത്രയുടെ ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ട ഇളവാണ് ഈ ആധുനിക കാലത്തെ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ. കാറും ട്രെയിനും വിമാനവും തുടങ്ങി കപ്പൽ തുടങ്ങിയ ബസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ച ഈ കാലത്ത് അത്തരം ഇളവുകൾക്ക് പ്രസക്തിയില്ല എന്ന് ചിലർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അന്നത്തെ കാലത്തെ യാത്രക്കാർക്ക് വേണ്ടി മാത്രം അവതരിച്ചതല്ല പരിശുദ്ധ ഖുർആനിലെ അള്ളാഹു ഈ നോമ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഖുർആനിലെ ആയത്തുകൾ മുഴുവനും. അത് എല്ലാ കാലത്തേക്കും ബാധകമാകുന്ന നിയമങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിലായിരിക്കും സംശയമില്ല. എന്ന് മാത്രമല്ല, യാത്രാ സൗകര്യങ്ങൾ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും യാത്ര യഥാർത്ഥത്തിൽ ഒരു ദുരിതം തന്നെയാണ്. അസ്സഫറു ജുസ്ഉ മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് പണ്ട് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്. യാത്രക്കാരാണ് ആ യാത്രയുടെ റിസ്ക്, അതിൻ്റെ പ്രയാസം, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഈ ഭാഗം അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു. വമൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ യാത്ര എന്നതാണ്. ഒരാൾക്ക് യാത്ര ചെയ്യുന്നത് വഴി നോമ്പനുഷ്ഠിക്കുന്നതിന് പ്രയാസമാവുകയാണെങ്കിൽ, നോമ്പ് കൊണ്ട് നടത്താൻ പൂർത്തിയാക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ, നോമ്പ് അനുഷ്ഠിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണെന്ന് നേരത്തെ അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ യാത്രയിൽ വെച്ച് യാത്രയുടെ ഇടയിൽ വെച്ച് നോമ്പ് അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ യാത്രയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ദിവസത്തെ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരാൾക്ക് യാത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടാക്കുകയില്ല, യാത്ര സ്ഥിരമായി ശീലിച്ച ഒരാളാണ്, നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് അയാളെ അതൊന്നും ബാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നോമ്പ് തുടരുന്നതിനോ നോമ്പ് മുൻകൂട്ടി ഒഴിവാക്കാതെ നോമ്പ് അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നതിനോ യാതൊരു കുഴപ്പവും ഇല്ല. കൂടെ യാത്രക്കാരുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രയാസമായി അവരെക്കൊണ്ട് ഭാരം എടുപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾ മാത്രം യാത്രയിൽ നോമ്പനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് ഭാരമാകുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഇതിനെല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്ക് തെളിവുകൾ കാണാവുന്നതാണ്. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ സഹാബിമാർ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ മിന്ന സ്വായിമു വമിന്നൽ മുഫ്തിറു, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നു, ചില ആളുകൾക്ക് നോമ്പില്ലായിരുന്നു. ഫലം യഇബ് അസ്സായിമു അൽ മുഫ്തിറ, നോമ്പ് നോറ്റവർ നോമ്പ് നോൽക്കാത്തവരെയോ വലം യഇബ് അൽ മുഫ്തിറു അസ്സായിമ, നോമ്പ് ഇല്ലാത്തവർ നോമ്പുള്ളവരെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു പ്രശ്നമേ ആക്കിയില്ല. അത് ഒരു സൗകര്യം പോലെ അവർ ചെയ്തിരുന്നു. എന്നാൽ വേറൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ സഹാബിമാരിൽ ചിലർ ഒരു വിരിപ്പ് വിരിച്ച് തണലേകി കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി തണൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ നോമ്പനുഷ്ഠിച്ച് തളർന്നു വീണതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടായി പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ്സഫർ, ഈ യാത്ര ഇതുപോലുള്ള യാത്രകളിൽ ഒരിക്കലും നോമ്പ് ഒരു ഗുണകരമല്ല, അത് പുണ്യമുള്ള കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. മറ്റൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും വല്ലാതെ ക്ഷീണിച്ചു, വലിയ പ്രയാസമായി. സഹാബിമാർ നോമ്പുള്ളവർക്കൊക്കെ നോമ്പ് മുറിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ നോമ്പ് മുറിക്കും? അങ്ങനെ ഒരു അനുവാദമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ പറയുകയും എല്ലാവരും കാണെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിക്കുകയും ചെയ്തു. അത്രയും ഞെരുക്കമുള്ള പ്രയാസമുള്ള ഒരു യാത്രയായിരുന്നു. നോമ്പ് തുടരുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയാസമായിരുന്നു.
അങ്ങനെ ചില ആളുകൾ അതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നോമ്പ് തുടരാൻ തീരുമാനിച്ചു. തിരുമേനിയെ പോലും കവച്ചു വെക്കുന്ന രൂപത്തിൽ ആവേശം പൂണ്ടപ്പോൾ അതൊരു തീവ്രവാദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, ഉലായിക്കൽ ഉസാത്ത്, അവരാണ് അനുസരണം കെട്ടവർ, അവരാണ് അനുസരണക്കേട് കാണിച്ചവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അപ്പോൾ അള്ളാഹു ഇളവ് നൽകിയ ആളുകൾ എന്നുള്ള നിലയ്ക്ക് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും കൂടാതെ അവരുടെ യാത്രയ്ക്ക് മുടക്കുണ്ടാകും, പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടാകും, ലക്ഷ്യം നേടുന്നിടത്ത് അതിന് ഭംഗം വരും എന്നൊക്കെ തോന്നുന്ന വേളയിൽ അവർക്ക് മുൻകൂട്ടിയോ ഇനി യാത്ര തുടർന്നതിൻ്റെ ശേഷം ബോധ്യമാവുകയാണെങ്കിൽ അപ്പോൾ വെച്ചോ നോമ്പ് അവസാനിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്നോ ഞെരുക്കം വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഇത് ഇസ്ലാമിക നിയമങ്ങളിൽ എല്ലാത്തിലും ബാധകമായ ഒരു സംഗതിയാണ്. മനുഷ്യനെ പീഡിപ്പിക്കുക, അവനെക്കൊണ്ട് കഴിയാത്ത ഭാരങ്ങൾ ചുമപ്പിക്കുക, അവനെക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത അനുഷ്ഠാനങ്ങൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക, ഇതൊന്നും കാരുണ്യവാനായ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സ്വഭാവമല്ല. അവൻ്റെ മതത്തിൽ അങ്ങനെ ഒരു ക്ലിഷ്ടതയും അവൻ ഉണ്ടാക്കി വെച്ചിട്ടും ഇല്ല. അതുകൊണ്ട് ഈ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയ ആനുകൂല്യം അത് അള്ളാഹു അനുവദിച്ചു കൊടുത്ത ആനുകൂല്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുഅത റുഖസുഹു, അള്ളാഹു അവർക്ക് അടിമകൾക്ക് നൽകിയ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത് ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു പ്രയാസമോ റിസ്ക്കോ ആയി ഒരു ബുദ്ധിമുട്ടായതോ ഒരു ഔചിത്യമില്ലാത്ത കർമ്മമായോ പരിപാടിയായോ ആരും മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹു തന്നെ അനുവദിച്ചതായതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഇളവ് ഉപയോഗപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഇസ്ലാം അംഗീകരിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറിയാത്തവർക്കത് വിശദീകരിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.